നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ ആകുമോ? ശ്രീലങ്കയ്ക്കും സിംഗപ്പൂരിനും വെല്ലുവിളിയോ? കേരളത്തിലെ ഒരു തുറമുഖം ഇന്ത്യയുടെ കടൽ വ്യാപാരത്തിന്റെ ഭാവി മാറ്റാൻ തുടങ്ങുകയാണോ? വിഴിഞ്ഞം പോർട്ട് ഇത് വെറും കേരളത്തിന്റെ പദ്ധതി മാത്രമല്ല, ഇത് ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിലെ വലിയ തിരിമറിയാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതുവരെ ഇന്ത്യയുടെ വലിയൊരു കണ്ടെയ്നർ ചരക്കുകൾ വിദേശ തുറമുഖങ്ങൾ വഴിയാണ് ട്രാൻസ്ഷിപ്പ് ചെയ്തിരുന്നത്, പ്രത്യേകിച്ച് കൊളംബോ, സിംഗപ്പൂർ, ദുബായ് പോലുള്ള തുറമുഖങ്ങൾ വഴി. പക്ഷേ ഇപ്പോൾ ചോദ്യം ഇതാണ്: വിഴിഞ്ഞം വന്നതോടെ ഇന്ത്യയുടെ ചരക്ക് ഇന്ത്യയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിന് ഇത് വലിയ വെല്ലുവിളിയാകുമോ? സിംഗപ്പൂരിനെയും ദുബായിനെയും വരെ ഭാവിയിൽ ഇന്ത്യ വെല്ലുവിളിക്കുമോ? നമുക്ക് കഥയിലേക്കൊന്ന് എത്തി നോക്കാം. വിഴിഞ്ഞം എന്തുകൊണ്ടാണ് പ്രത്യേകതയുള്ളതായത്? വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രകൃതിദത്ത ആഴമാണ്. ഈ തുറമുഖത്തിന് ഏകദേശം 18 മീറ്റർ മുതൽ അതിലധികം ആഴമുള്ള ഡ്രാഫ്റ്റ് സൗകര്യമുണ്ട്. അതുകൊണ്ട് വലിയ മദർ വെസൽസ് അഥവാ 18,000 TEUക്ക് മുകളിലുള്ള വലിയ കണ്ടെയ്നർ കപ്പലുകൾ പോലും ഇവിടെ എത്താൻ കഴിയും. ഔദ്യോഗിക സൈറ്റും വിഴിഞ്ഞത്തിനെ 18,000+ TEU കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഫ്യൂച്ചർ റെഡി പോർട്ട് എന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിനോട് വളരെ അടുത്താണ്. അതായത് യൂറോപ്പ്, ഗൾഫ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വലിയൊരു കടൽപ്പാതയ്ക്ക് സമീപം. ഒരു കപ്പൽ അധികം വഴിതിരിഞ്ഞു പോകാതെ ഇന്ത്യയിൽ തന്നെ ചരക്ക് ഇറക്കാൻ കഴിയുന്ന സ്ഥാനമാണിത്. അതായത് വിഴിഞ്ഞത്തിൻ്റെ ശക്തി, അതാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. ഇനി ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു വലിയ കപ്പൽ ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നു. വഴിയിൽ ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകളും അതിലുണ്ടാകാം. പക്ഷേ ഒരു വലിയ കപ്പൽ എല്ലാ ചെറിയ തുറമുഖങ്ങളിലും പോകില്ലല്ലോ. അത് ഒരു വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബിൽ ചരക്കിറക്കും. അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലായി ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതുവരെ ഇന്ത്യയിലെ വലിയൊരു ചരക്ക് വിദേശ തുറമുഖങ്ങൾ വഴി, പ്രത്യേകിച്ച് കൊളംബോ വഴി ട്രാൻസ്ഷിപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ ചരക്കിൽ നിന്നും വലിയൊരു വരുമാനം മറ്റൊരു രാജ്യത്തെ തുറമുഖത്തിന് ലഭിക്കുന്നു. വിഴിഞ്ഞത്തിൻ്റെ ലക്ഷ്യം ഈ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രകടനം നോക്കാം. വിഴിഞ്ഞം ഇതിനകം തന്നെ ശക്തമായ പ്രകടനം കാണിച്ചു തുടങ്ങി. PIB റിപ്പോർട്ട് പ്രകാരം ഫേസ് 1 കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് 2014 ഡിസംബർ 3 തുടങ്ങി. ഫേസ് 1 ഡിസൈൻഡ് കപ്പാസിറ്റി 1 മില്യൺ TEUs ആയിരുന്നു. എന്നാൽ വളരെ ചെറിയ കാലയളവിൽ തന്നെ പോർട്ട് 1.43 മില്യൺ TEUസിലധികം കൈകാര്യം ചെയ്തു. 130% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കാണിച്ചു. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഫാർ ഈസ്റ്റ് എന്നിവയുമായി ഡയറക്റ്റ് കണക്ടിവിറ്റി ഉണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു പോർട്ട് വിജയിക്കുമോ എന്നത് കെട്ടിടവും ക്രെയിനും മാത്രം തീരുമാനിക്കുന്നില്ല. ഷിപ്പിംഗ് ലൈൻസ് വരുമോ, കാർഗോ വോളിയം ഉണ്ടാകുമോ, ടേൺ അറൗണ്ട് ടൈം കുറയുമോ, ഇതെല്ലാം നിർണായകമാണ്. ഇവിടെയാണ് വിഴിഞ്ഞം നല്ല തുടക്കം കാട്ടുന്നത്. ഇനി ശ്രീലങ്ക അല്ലെങ്കിൽ കൊളംബോയ്ക്ക് ഇത് വെല്ലുവിളിയാകുമോ? അതെ, ഏറ്റവും നേരിട്ടുള്ള വെല്ലുവിളി കൊളംബോയ്ക്കാണ്. കാരണം ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോയുടെ വലിയൊരു പങ്ക് വർഷങ്ങളായി കൊളംബോ വഴിയാണ് പോയിരുന്നത്. വിഴിഞ്ഞം കൊളംബോയിൽ നിന്നും ഏകദേശം 135 നോട്ടിക്കൽ മൈൽസ് അകലെയാണ്. അതായത് രണ്ട് തുറമുഖങ്ങളും ഒരേ മേഖലയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ORF അനാലിസിസ് പ്രകാരം വിഴിഞ്ഞത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ ഫോറിൻ ട്രാൻസ്ഷിപ്മെൻറ്റ് റിലയൻസ്, പ്രത്യേകിച്ച് കൊളംബോയോട് ആശ്രയം കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു സത്യവും പറയണം. കൊളംബോ നാളെ തന്നെ തകരുമെന്ന് പറയുന്നത് തെറ്റാണ്. കൊളംബോയ്ക്ക് ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, വലിയ ഷിപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് എക്കോസിസ്റ്റം ഉണ്ട്. വിഴിഞ്ഞത്തിന് അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ അതിനെ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാൻ തുടർച്ചയായ പെർഫോമൻസ് വേണം. ഇനി സിംഗപ്പൂർ, ജബേൽ അലി പോലുള്ള ഹബ്സിനെ വെല്ലുവിളിക്കുമോ നമ്മുടെ വിഴിഞ്ഞം? ഇത് കുറച്ച് ദീർഘകാല ചോദ്യമാണ്. സിംഗപ്പൂർ ഒരു പോർട്ട് മാത്രമല്ല, അതൊരു ഗ്ലോബൽ മാരിടൈം എക്കോസിസ്റ്റമാണ്. സിംഗപ്പൂർ ഫിനാൻസ്, ബങ്കറിംഗ്, റിപ്പയർ, ലോജിസ്റ്റിക്സ്, വെയർഹൗസിംഗ്, അതുപോലെ കസ്റ്റമർ എഫിഷ്യൻസി, ഗ്ലോബൽ കണക്ടിവിറ്റി എല്ലാം ചേർന്ന വലിയൊരു സംവിധാനം. ജബേൽ അലിക്കും അതുപോലെ വലിയ ലോജിസ്റ്റിക് എക്കോസിസ്റ്റം ഉണ്ട്. വിഴിഞ്ഞം ഇപ്പോൾ ആദ്യഘട്ടത്തിലാണ്. അതിനാൽ ഇന്ന് തന്നെ സിംഗപ്പൂരിനെ മാറ്റി സ്ഥാപിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ സൗത്ത് ഏഷ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് മാർക്കറ്റിൽ വിഴിഞ്ഞം ഒരു വലിയ പ്ലെയറായി മാറാൻ കഴിയും. അത് സംഭവിച്ചാൽ ആദ്യം ഇമ്പാക്റ്റ് കൊളംബോയിൽ കാണും. പിന്നീട് കപ്പാസിറ്റി, കണക്ടിവിറ്റി, ലോജിസ്റ്റിക്സ് പാർക്സ്, റെയിൽ ലിങ്ക്
ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം എല്ലാം കൂടി വളർന്നാൽ സിംഗപ്പൂർ, ജബേൽ അലി പോലുള്ള ഹബ്സിനോടുള്ള ഇന്ത്യയുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ പുതിയതായൊരു വാർത്ത വന്നിട്ടുണ്ട്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പ് അദാനി പോർട്ടുമായി ചേർന്ന് വിഴിഞ്ഞം പോർട്ടിൽ ഏകദേശം $1.4 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പോർട്ടിന് ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെ വേൾഡ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി എത്ര ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ ഇവിടെ ഒരു വിവാദവുമുണ്ട്. കേരള ഗവൺമെൻറ് പറയുന്നത് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് മാറ്റങ്ങൾ കൺസെഷൻ അഗ്രിമെൻറ്റ് പ്രകാരം സ്റ്റേറ്റ് അപ്രൂവൽ ആവശ്യമായ വിഷയമാണെന്നാണ്. അതേസമയം ഒഫീഷ്യൽസ് പറഞ്ഞു MSC വന്നാലും പോർട്ട് മോണോപോളി ആകില്ല, മറ്റ് ഓപ്പറേറ്റേഴ്സിനും സ്പേസ് ഉണ്ടാകുമെന്നാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം പ്യൂർലി ലോക്കൽ പ്രോജക്റ്റ് അല്ല, ഗ്ലോബൽ ഷിപ്പിംഗ് ജയൻസ് പോലും ശ്രദ്ധിക്കുന്ന സ്ട്രാറ്റജിക് അസറ്റായി ഇത് മാറുകയാണ്. ഇന്ത്യക്ക് എന്താണ് നേട്ടമെന്ന് നോക്കാം. വിഴിഞ്ഞം വിജയിച്ചാൽ ഇന്ത്യക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. ഒന്നാമത് ട്രാൻസ്ഷിപ്മെൻറ്റ് റവന്യൂ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും. രണ്ടാമത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. മൂന്നാമത് കേരളത്തിനും സൗത്ത് ഇന്ത്യയിലും വെയർഹൗസിംഗ്, ലോജിസ്റ്റിക്, കോൾഡ് ചെയിൻ, ഇൻഡസ്ട്രിയൽ പാർക്സ്, ജോബ്സ് എന്നിവ വളരും. നാലാമത് ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിക് പ്രസൻസ് ഇന്ത്യൻ ഓഷ്യനിൽ ശക്തമാകും. അഞ്ചാമത് മേക്കിംഗ് ഇന്ത്യ, എക്സ്പോർട്ട് ഗ്രോത്ത്, കോസ്റ്റൽ ഷിപ്പിംഗ് എന്നിവയ്ക്കും ബൂസ്റ്റ് ലഭിക്കും. പക്ഷേ വെല്ലുവിളികളുമുണ്ട്. പിന്നെ ഇതൊരു ഗെയിം ചേഞ്ചർ ആകും ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. വിഴിഞ്ഞത്തിന് റെയിൽ കണക്ടിവിറ്റി വേണം, റോഡ് കണക്ടിവിറ്റി, കസ്റ്റമർ ക്ലിയറൻസ്, ലോജിസ്റ്റിക് പാർക്സ് ഇവയെല്ലാം വേണം. പിന്നെ ഷിപ്പിംഗ് ലൈൻസ് പിടിച്ചു നിർത്താൻ കോമ്പറ്റിറ്റീവ് പ്രൈസിംഗ് വേണം. അതുപോലെ എൻവയോൺമെൻറ്റ്, കോസ്റ്റൽ കമ്മ്യൂണിറ്റി കൺസേൺസ് എന്നിവയും ഗൗരവമായി കൈകാര്യം ചെയ്യണം. അതിനാൽ വിഴിഞ്ഞത്തിൻ്റെ വിജയം പോർട്ട് ഇനാഗുറേഷൻ അല്ല, അടുത്ത 5-10 വർഷത്തെ എക്സിക്യൂഷനിലാണ്. അപ്പോൾ വിഴിഞ്ഞം ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ ആകുമോ? ഉത്തരം ആകാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഇത് കൊളംബോയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാകും. സിംഗപ്പൂർ, ജബേൽ അലി പോലുള്ള ഹബ്സിനെ ഉടൻ മാറ്റി സ്ഥാപിക്കില്ല. പക്ഷേ ഇന്ത്യയുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുന്ന വലിയ നാഷണൽ അസറ്റായി ഇത് മാറാൻ കഴിയും. ഇത് കേരളത്തിൻ്റെ മാത്രം വിജയമല്ല, ഇത് ഇന്ത്യയുടെ മാരിടൈം ഫ്യൂച്ചറിൻ്റെ തുടക്കമാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. വിഴിഞ്ഞം ഇന്ത്യയുടെ കടൽ വ്യാപാര ഭാവി മാറ്റുമോ? കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.